ഹായ് എവർക്കും ഡ്രൈവർ എക്സാംസ് ക്രാക്കർ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങൾ ഏവരും മിക്ക ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ കേരള PSC വിളിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വിളിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാസം മുന്നേ തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയിൽ പറയും പ്രകാരമുള്ള പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് കേരള PSC വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയും ഡൗട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഡൗട്ടുകൾ ഒക്കെ ഒന്ന് നോക്കുകയാണ് ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. ആദ്യം തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ പറയുന്ന കാര്യം നമുക്ക് നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് വരെയാണ്, ഏജ് ലിമിറ്റ് എത്രയാണ്, കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് എത്രയായിരുന്നു, പിന്നെ മിക്ക ഉദ്യോഗാർത്ഥികൾക്ക് സംശയം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് വനിതാ ഉദ്യോഗാർത്ഥികൾക്ക് അവർക്ക് ഹെവി ലൈസൻസ് വേണോ, അതോ LMB വെച്ച് അയക്കാൻ പറ്റുമോ, അതോ ബാഡ്ജ് വേണോ, പിന്നെ അതുപോലെ തന്നെ ഏജ് കൂട്ടിയിട്ടുണ്ടോ, അതുപോലെ തന്നെ ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടോ, കഴിഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ അപേക്ഷിച്ച്, അതായത് കഴിഞ്ഞ ഒരു നോട്ടിഫിക്കേഷനിൽ കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ നോട്ടിഫിക്കേഷൻ അപേക്ഷിച്ച് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ടോ, വിദ്യാഭ്യാസ യോഗ്യത എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ കൂട്ടിയിട്ടുണ്ടോ, ഇതിൻ്റെ പ്രാക്ടിക്കൽ എങ്ങനെയായിരിക്കും, പ്രാക്ടിക്കൽ ഉണ്ടോ അതോ പ്രാക്ടിക്കൽ ഇല്ലേ, ടെസ്റ്റ് ആണോ ടെസ്റ്റ് ആണോ നടക്കാൻ പോവുക, ഏത് വാഹനത്തിലായിരിക്കും നൽകുക, അങ്ങനെയുള്ള നിരവധി സംശയങ്ങൾ അല്ലേ. +2 ആണ് ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ വരുന്നത്, അതോ 10 ആണോ ക്വാളിഫിക്കേഷൻ വരുന്നത്, അങ്ങനെയുള്ള നിരവധി കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഒട്ടുമിക്ക കാര്യങ്ങളും പറഞ്ഞൊരു നോട്ടിഫിക്കേഷൻ വരുമെന്നുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോയിലും അത്തരം കാര്യങ്ങൾ നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഓൺലൈൻ ക്ലാസ് അല്ലേ, ഓൺലൈൻ ക്ലാസ് എന്ന് വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ഡ്രൈവർ പാർട്ട് 30 മാർക്കിൻ്റെ ക്ലാസ്സാണ് കേട്ടോ. കാരണം അതിൻ്റെ സിലബസ് നമുക്കൊന്ന് നോക്കിയിരിക്കാം. സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 100 മാർക്കിനാണുള്ളത്. അതിനകത്ത് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമാക്കിയ ചോദ്യങ്ങളുടെ 30 മാർക്കിൻ്റെ ഡ്രൈവർ പാർട്ട് ക്ലാസ്സാണ് നമുക്കുള്ളതെന്ന് ഓർത്തിരിക്കുക. അതുപോലെ തന്നെ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ഡ്രൈവർക്കായിട്ട് നോട്ടിഫിക്കേഷൻ വിളിച്ച് കഴിഞ്ഞ് പരീക്ഷ നടക്കാൻ പോകുന്ന കമ്പനി ബോർഡ് ഡ്രൈവർ കം ഓഫീസറിൻ്റെ, ഡ്രൈവർ അല്ല, ഡ്രൈവർ കം ഓഫീസർ എന്ന് പറഞ്ഞാണ് ഇപ്പോൾ വിളിക്കുന്നത് അല്ലേ. ഡ്രൈവർ എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് വിളിക്കുന്നില്ല, ഡ്രൈവർ കം OA എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് വിളിക്കുന്നത്. അപ്പോൾ അതിനകത്തേക്കുള്ള ക്ലാസ്സുകളും ഡ്രൈവർ പാർട്ട് അതിനകത്ത് 50 മാർക്കിൻ്റെ ആണ് ഡ്രൈവർ പാർട്ട് വരട്ടെ. അതിനകത്ത് ക്ലാസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മുടെ ടെലഗ്രാം ചാനൽ ഡ്രൈവർ എക്സാം ക്രാക്കർ എന്ന് പറയുന്ന ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് വിസിറ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ടെലഗ്രാമിൽ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ സെർച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിന് ലിങ്ക് വഴിയും ക്ലിക്ക് ചെയ്ത് കയറാം കേട്ടോ. ലിങ്ക് 1-2 പ്രാവശ്യം ക്ലിക്ക് ചെയ്തതിൽ വർക്ക് ചെയ്യുന്നതിലും 2-3 പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വർക്ക് ആവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന് സെർച്ച് ചെയ്ത് കയറാം. നിങ്ങൾക്ക് ഇതിൻ്റെ PDF ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്ത് ഞാൻ ഷെയർ ചെയ്തേക്കാം. വീഡിയോ ക്ലാസ്സിൻ്റെ ഡീറ്റെയിലും ഷെയർ ചെയ്തേക്കാം കേട്ടോ. ഓക്കെ, ഇതിന് മുന്നേ എടുത്ത് പഠിച്ച ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം അതിനകത്ത് കാണാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് നോക്കാം. ഈ ഒരു നോട്ടിഫിക്കേഷൻ പ്രകാരം ഒട്ടുമിക്ക ഉദ്യോഗാർത്ഥികളും അറിഞ്ഞിട്ടുണ്ടാവും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്തും ഇത് അയക്കാനായിട്ട് സാധിക്കും. അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 1/1/2025 വരെയാണ് കേട്ടോ. 1/1/2025 വരെ നിങ്ങൾക്ക് ഇത് അയക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിൻ്റെ പേരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരള പോലീസിലേക്ക് നടക്കുന്ന പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ എന്നാണ്. കഴിഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ മുതലാണ് ഇത് വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നു തുടങ്ങി കേട്ടോ. അപ്പോൾ അതിൻ്റെ സാലറി സ്കെയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരു സാലറി പാക്കേജാണ്. 31,100 തൊട്ട് 66,800 വരെ ഉണ്ട് കേട്ടോ. ഡ്രൈവർ പരീക്ഷകളിൽ അത്യാവശ്യം ഉയർന്ന സാലറി ഗ്രേഡ് ഉള്ളത് തന്നെയാണ് കേട്ടോ. ഡ്രൈവർക്ക് മോയൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിനെ താഴത്തെ ഒരു സാലറിയാണ് വരിക എന്ന് ഓർത്തിരിക്കുക. പക്ഷേ എന്നാൽ ജോലി മേടിക്കാൻ ഇതിനേക്കാളും പാടാണെന്ന് ഓർത്തിരിക്കുക. അതായത് ഡ്രൈവർ പരീക്ഷകൾ, അതായത് ഡ്രൈവർ ജോബ് ആഗ്രഹിക്കുന്ന, അത് ഒരു യൂണിഫോം ജോബ് തന്നെ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആകുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താരതമ്യേന എളുപ്പമാണെന്ന് പറയാം. താരതമ്യേന എളുപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം +2 ആക്കിയിട്ടുണ്ട്. നേരത്തെ 10ാം ക്ലാസ് ആയിരുന്നു. പിന്നെ ഇപ്പം ഫിസിക്കലും കൂടി ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഫിസിക്കലും ഉണ്ടായിരുന്നില്ല, പ്രാക്ടിക്കൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു, ടെസ്റ്റാണ് ഉണ്ടായിരുന്നത്. ഇപ്പം നേരത്തേതിനെ അപേക്ഷിച്ച് കുറച്ച് ടഫായിട്ടുണ്ട്. എന്നിരുന്നാലും മറ്റ് ഡ്രൈവർ കം OA കമ്പനി ബോർഡ് അല്ലെങ്കിൽ നിങ്ങൾക്കറിയാം വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കൊക്കെയുള്ള ഡ്രൈവർ കം OA പരീക്ഷയ്ക്കൊക്കെ അപേക്ഷിച്ച് വെച്ച് നോക്കുമ്പം ഇതിന് കട്ട് ഓഫ് മാർക്ക് ഒരു 55 ബിലോ വരുന്ന കട്ട് ഓഫ് മാർക്കാണ് ഇതിൻ്റെ വരിക. ഇതുവരെയുള്ള വന്നിട്ടിരിക്കുകയെന്ന് ഓർത്തിരിക്കുക കേട്ടോ. മറ്റേ ഡ്രൈവർ കം OA കമ്പനി ബോർഡൊക്കെ വന്ന് കഴിയുമ്പോൾ എന്നാലും 70-നടുത്ത് കട്ട് ഓഫ് മാർക്ക് വരും. അതുപോലെ തന്നെ മിക്ക പോസ്റ്റുകളിലും ഡ്രൈവർ കം OA വിളിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്കറിയാം 75+ ഒക്കെയാണ്, അല്ലെങ്കിൽ 70+75+ ഒക്കെയാണ് കട്ട് ഓഫ് പോവുക 100-ൽ. പിന്നെ അത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കട്ട് ഓഫ് കുറഞ്ഞിരിക്കുന്ന എക്സാം ആണെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇത്തവണ ഇതിന് ഫിസിക്കലും കൂടെ കൊണ്ടുവന്നിട്ടുള്ളതുകൊണ്ട്
ആണ് കുറച്ച് കട്ട് ഓഫ് കുറഞ്ഞിരിക്കുക. പിന്നെ ഏജ് ലിമിറ്റ് 28 വയസ്സ് വരെയാണ് ജനറൽ കാറ്റഗറിക്ക് അപേക്ഷിക്കാൻ പറ്റുക. അതുകൊണ്ടൊക്കെയാണ്. അപ്പം OMR പരീക്ഷ വേഗം എഴുതി കയറാൻ പറ്റിയ ഒരു പോസ്റ്റാണെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, താരതമ്യേന ഡ്രൈവർ പരീക്ഷകളിൽ ഈസി ആയിട്ടെന്ന് പറയാൻ പറ്റത്തില്ല. മറ്റ് പരീക്ഷകളെ അപേക്ഷിച്ച് നിങ്ങൾക്ക് ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ, നന്നായിട്ടൊരു ഹാർഡ് വർക്ക് ചെയ്ത് കുറച്ച് ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ, 99% ഹാർഡ് വർക്കാണ്, 1% ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ അല്ലെങ്കിൽ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആവാനായിട്ട് സാധിക്കും കേട്ടോ. അതുപോലെ തന്നെ ഫയർമാൻ ഡ്രൈവറും വിളിക്കാറുണ്ട് കേട്ടോ. അതിൻ്റെ ഏജ് ലിമിറ്റ് വന്ന് 20-26 വരെയാണ്. അതുപോലെ തന്നെ എക്സൈസ് ഡ്രൈവർ വിളിക്കാറുണ്ട്, അതിന് ഏജ് ലിമിറ്റ് കൂടുതലുണ്ട് കേട്ടോ. ഇനി കമ്പനി ബോർഡ് കോർപ്പറേഷനുകൾക്ക് ഡ്രൈവർ കമ്മോയെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റും വിളിച്ചിട്ടുണ്ട്, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് നിലവിലുണ്ട്, അതും വിളിക്കാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ ചെറിയ സ്ഥാപനങ്ങളിലേക്കൊക്കെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ടും കേരള പോലുള്ള സ്ഥാപനങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ടും ഡ്രൈവർ കമ്മോയെ ഉള്ള പോസ്റ്റുകൾ വിളിക്കാറുണ്ടെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഡ്രൈവർ കമ്മോയെ ആക്കിക്കൊണ്ട് ഇതിനകത്ത് പ്രൊമോഷൻ സാധ്യതകളും ഉണ്ട് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് പോലീസ് ഡ്രൈവറിൻ്റെ ബാക്കി കാര്യത്തിലേക്ക് വരാം. നോട്ടിഫിക്കേഷൻ്റെ ബാക്കി ഡീറ്റെയിൽ നോക്കാം. ഇതിൻ്റെ വേക്കൻസീസ് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ് പറയുന്നതെന്ന് ഓർത്തിരിക്കുക. ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ്. 20-28 വരെയാണ് ജനറൽ കാറ്റഗറിക്ക് ഏജ് ലിമിറ്റ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അതായത് 2/1/1996 1/1/2004 ഇടയിൽ ജനിച്ച് ജനറൽ കാൻഡിഡേറ്റ് ആയ ഉദ്യോഗാർത്ഥികൾക്കാണ് ഇത് അയക്കാനായിട്ട് സാധിക്കാമെന്ന് ഓർത്തിരിക്കുക. നേരത്തെ ഇത് 20-26 വയസ്സ് വരെ ആയിരുന്നു കേട്ടോ. ഫയർമാൻ ഡ്രൈവർ വിളിക്കണേ പോലെ തന്നെ കഴിഞ്ഞ ഒരു നോട്ടിഫിക്കേഷൻ തൊട്ടാണ് 20-28 വരെ ആക്കിയെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പോൾ 20 വയസ്സ് നേരത്തെ 18 എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 18-26 വരെ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമായിരുന്നു എന്നാണ് ഓർമ്മ. പക്ഷേ ഇതിപ്പോൾ 20-28 ആക്കിയിട്ടുണ്ട്. 20 എന്നുള്ളതാണ് കറക്റ്റ് എന്ന് ഓർത്തിരിക്കുക. കാരണം ഇതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ലൈസൻസ് വേണം അല്ലേ, ഹെവി ലൈസൻസ് വേണമെന്ന് ഓർത്തിരിക്കുക. അപ്പം LMV വെച്ച് അപേക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം നിരവധി വിദ്യാർത്ഥികൾ കമൻറ്റ് ബോക്സിൽ ഇതിനു മുന്നേ ചോദിച്ച് കണ്ടിട്ടുണ്ട്, നമ്മൾ നേരത്തെ വീഡിയോയിൽ ഉൾപ്പെടെ. അപ്പോൾ അത് പറ്റത്തില്ല കേട്ടോ, LMV പറ്റത്തില്ല എന്ന് ഓർത്തിരിക്കുന്നത്, ഹെവി ലൈസൻസ് വേണമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഹെവി ലൈസൻസ് കിട്ടണമെങ്കിൽ നമുക്കറിയാം ഏറ്റവും കുറഞ്ഞ പ്രായം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 20 വയസ്സാണ്. അപ്പോൾ 20 വയസ്സ് തൊട്ടുള്ളവർക്കാണ് അയക്കാൻ പറ്റുക എന്ന് ഓർത്തിരിക്കുക. ഇനി ഏജ് റിലാക്സേഷൻ ഉണ്ട് കേട്ടോ. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണ PC നോട്ടിഫിക്കേഷനൊക്കെ ക്ഷണിക്കുന്ന പോലെ തന്നെ OBC ഉള്ളവർക്ക് 3 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അവർക്ക് 28+3 വയസ്സെങ്കിൽ 31 വയസ്സ് വരെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ് വന്നു കഴിയുമ്പോൾ അവർക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് 28+5 33 വയസ്സ് വരെ അപേക്ഷിക്കാം. അതുപോലെ തന്നെ എച്ച് സർവീസ്മാൻ 41 വയസ്സ് വരെ ഉള്ളവർക്കും അപേക്ഷിക്കാമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഏജിൻ്റെ കാര്യം നോക്കിയല്ലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ നോക്കിയാൽ മതി കേട്ടോ. ഞാൻ ഇന്ന ഡേറ്റ് ഓഫ് ബർത്തിലാണ് അത് അയക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് ഈ പറയുന്ന ഏജ് റിലാക്സേഷൻ പറഞ്ഞില്ലേ, OBC 3 വർഷം, അതുപോലെ തന്നെ SC/ST അല്ലെ OBC 3 വർഷം, അതുപോലെ തന്നെ SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷം എന്നൊക്കെ ഉള്ളത് കുറച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപേക്ഷിക്കാൻ പറ്റുമെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾ പ്രൊഫൈൽ കയറിയിട്ട് ഒന്നും നോക്കണം, നിങ്ങൾ എലിജിബിൾ ആണോ എന്ന് നോക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ അപ്ലൈ നൗ എന്ന് തന്നെ കാണിക്കും കേട്ടോ. ഇനി അത് കാണിക്കാതെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡ്രൈവിംഗ് ലൈസൻസ് ഹെവി ആഡ് ചെയ്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ആണ് അങ്ങനെ കാണിക്കാതെ വരാമെന്ന് ഓർത്തിരിക്കുക. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ പഴയ വീഡിയോസ് ഇതിനകത്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, ഇനി അതിനകത്ത് വേറെ ഉദ്യോഗാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഒരു സംശയം വരുന്നതാണ്. ഇതിനകത്ത് 3 വർഷത്തെ 3 ഇയർ എക്സ്പീരിയൻസ് വേണമെന്നുള്ളത്. അത് വേണ്ട കേട്ടോ, കറണ്ട് ഹെവി ലൈസൻസ് മതി. അതായത് ഹെവി ലൈസൻസ് വേണം, അത് കറണ്ട് ഹെവി ലൈസൻസ് മതി കേട്ടോ. കറണ്ട് വാലിഡിറ്റി ഉള്ള ഹെവി ലൈസൻസ് ആണ് ഇതിനകത്ത് മതി എന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു ഡൗട്ടും കഴിഞ്ഞാലോ. ഇനി ഡൗട്ടുള്ളത് പറഞ്ഞു പോകാം കേട്ടോ. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാസ് ഇൻ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ് കേട്ടോ. അത് +2 ആണ് വേണ്ടതെന്ന് ഓർത്തിരിക്കുക. നേരത്തെ 10ാം ക്ലാസ് ആയിരുന്നു. അത് ഈ നോട്ടിഫിക്കേഷന് മുന്നേ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് 2023 അതിന് മുന്നേ ഉള്ള നോട്ടിഫിക്കേഷൻ തൊട്ട് 10ാം ക്ലാസ് ആയിരുന്നു. അപ്പോൾ ഈ 2023 നോട്ടിഫിക്കേഷൻ വന്നില്ല, കാറ്റഗറി നമ്പർ 416/2023 എന്നുള്ളത്, അത് തൊട്ട് +2 ആക്കിയിട്ടുണ്ട് കേട്ടോ. +2 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ വുമൺ പോലീസ് കോൺസ്റ്റബിൾ വുമൻസിനും അയക്കാവുന്ന രീതിയിലേക്ക് അത് ആക്കിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് +2 ആണ് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ വേറെ സംശയം വരുന്നതാണ് VHSC പഠിച്ചവർക്ക് അപേക്ഷിക്കാൻ പറ്റുക എന്നുള്ളത്. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ഏത് ട്രേഡ് പഠിച്ച ആൾക്കാർക്ക് ഇന്ന ട്രേഡ് ഒന്നുമില്ല, അത് അയക്കാം എന്നുള്ളതാണ് എൻ്റെ അറിവ് കേട്ടോ. കാരണം അത് VHSC എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ +2 ഈക്വലൻ്റ് ആണ്. അപ്പോൾ +2 ഈക്വലൻ്റ് ആയിട്ടുള്ള സംഭവം പഠിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇത് അയക്കാം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, ഇനി ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇതിനകത്ത് പറയുന്നുണ്ട് കേട്ടോ. ടെക്നിക്കൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ടെക്നിക്കൽ ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് മസ്റ്റ് പോസസ് കറണ്ട് ഉണ്ടോ ഇവിടെ എഴുതിയേക്കണുണ്ടോ, കറണ്ട് ഹെവി ഡ്രൈവിംഗ് ലൈസൻസ്. എന്താണ് കറണ്ട് വാലിഡ് ഡ്രൈവിംഗ് ലൈസൻസ്? എന്തിനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്? മോട്ടോർ സൈക്കിൾ വിത്ത് ഗിയർ ഓടിക്കുന്നതിനുള്ള കറണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അതുപോലെ ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ LMV ഓടിക്കുന്നുള്ള ഡ്രൈവിംഗ് ലൈസൻസ് വേണം. പിന്നെ ഹെവി പാസഞ്ചർ വെഹിക്കിൾസ് ആൻഡ് ഹെവി ഗുഡ്സ് വെഹിക്കിൾസ്
വിത്ത് ഡ്രൈവേഴ്സ് ബാഡ്ജ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ ബാഡ്ജ് വേണോ എന്നൊരു ചോദ്യത്തിൻ്റെ ആവശ്യമില്ല, ബാഡ്ജ് വേണം. അതായത് ഹെവി ലൈസൻസ് എടുത്ത് കഴിയുമ്പോൾ അതിനകത്ത് ഓൾറെഡി ബാഡ്ജ് ഉണ്ട്. LMBക്കാണ്, അപ്പോൾ ബാഡ്ജ് കട്ടാക്കിയില്ലേ എന്ന് ചോദ്യം വരാൻ സാധ്യതയുണ്ട്. LMB ലൈസൻസുകൾക്കാണ്, LMBക്കാണ് ബാഡ്ജ് കട്ടാക്കിയത്, ഹെവിക്ക് ബാഡ്ജ് വേണമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വേണമെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഹെവി ഉള്ള ഒരാൾക്ക് എന്നാണെങ്കിലും LMB ഉണ്ടാവും അല്ലേ. LMB ലൈസൻസ് 18 വയസ്സ് തൊട്ട് കിട്ടാം. 18 വയസ്സ് LMB ലൈസൻസ് എടുത്ത് 1 വർഷം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഹെവി എടുക്കുക. അതെന്ന് വെച്ചാൽ 19ാമത്തെ വയസ്സിൽ പോയാൽ കിട്ടില്ല എന്നറിയാം. 20ാമത്തെ വയസ്സാകുമ്പോൾ അല്ലേ, LMB ലൈസൻസ് എടുത്ത് 1 വർഷം കഴിയണം. 20 വയസ്സും കഴിഞ്ഞവർക്കാണ് ഹെവി ലൈസൻസ് കിട്ടുക എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഹെവി വേണം, ബാഡ്ജ് വേണം. അപ്പോൾ ഈ ആദ്യം പറഞ്ഞ കാര്യത്തിൽ ഇത്രയും ക്ലിയർ ആയല്ലോ. +2 VHSC ഉള്ളവർക്ക് അപേക്ഷിക്കാൻ ഓർത്തിരിക്കുക. 20 വയസ്സ് ആണ് ഹെവി കിട്ടുന്നത്. അപ്പോൾ 20 വയസ്സ് കഴിഞ്ഞാൽ 28 വയസ്സ് വരെയുള്ള ജനറൽ കാൻഡിഡേറ്റ്സിന് അപേക്ഷിക്കാം. 31 വയസ്സ് വരെയുള്ള OBC, 33 വയസ്സ് വരെയുള്ള SC/ST കാൻഡിഡേറ്റ്സിനും 41 വയസ്സുള്ള എക്സ് സർവീസ്മാനും അപേക്ഷിക്കാൻ ഓർത്തിരിക്കുക. പിന്നെ ഹെവി ലൈസൻസ് വേണമെന്ന് ഓർത്തിരിക്കുക. അത് 3 വർഷത്തെ എക്സ്പീരിയൻസ് വേണമെന്ന് വെച്ചാൽ വേണ്ട, കറണ്ട് ഹെവി ലൈസൻസ് ആണ് വേണ്ടതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഫിസിക്കൽ ക്വാളിഫിക്കേഷൻ ആണ് പറയുന്നത് കേട്ടോ. ഫിസിക്കലി ഉള്ള ക്വാളിഫിക്കേഷൻ ആണെന്ന് പറയുന്നത്, ഓൾ കാൻഡിഡേറ്റ്സ് മസ്റ്റ് ബി ഫിസിക്കലി ഫിറ്റ് ആൻഡ് പോസസ് ദ ഫോളോയിങ് മിനിമം ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സ് ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അത് ഹൈറ്റ് കൂട്ടിയിട്ടുണ്ട് കേട്ടോ. 100 മസ്റ്റ് നോട്ട് ലെസ് ദാൻ, അതായത് കഴിഞ്ഞ ഒരു നോട്ടിഫിക്കേഷനും ഇത് കൂട്ടിയിട്ടുണ്ടായിരുന്നു, അതിന് മുന്നേ കുറവായിരുന്നു അല്ലേ, 10ാം ക്ലാസ് വെച്ചുള്ളപ്പോൾ കുറവായിരുന്നു. അപ്പോൾ അത് 168 സെൻറ്റിമീറ്റർ ആക്കിയിട്ടുണ്ട് കേട്ടോ. അത് മെയിൽ കാൻഡിഡേറ്റ്സിനാണ്. 157 സെൻറ്റിമീറ്റർ ഫോർ ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ചെസ്റ്റിൻ്റെ എക്സ്പാൻഷൻ മെയിൽ കാൻഡിഡേറ്റിന് പറയണം 5 സെൻറ്റിമീറ്ററിന് ചെസ്റ്റ്. ഓക്കെ, മസ്റ്റ് നോട്ട് ബി ലെസ് ദാൻ 81 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം ചെസ്റ്റ്. അതുപോലെ തന്നെ വിത്ത് എ മിനിമം എക്സ്പാൻഷൻ ഓഫ് 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇനി അടുത്തത് ഈ SC/ST ദ മിനിമം ഹൈറ്റ് ആൻഡ് ചെസ്റ്റ് മെഷർമെൻറ്റ് ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് മെയിൽ കാൻഡിഡേറ്റ്സിന് ഷാൽ ബി 161 സെൻറ്റിമീറ്ററും അതുപോലെ തന്നെ 76 സെൻറ്റിമീറ്ററാണ് റെസ്പെക്റ്റീവ്ലി എന്നുള്ള തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതിൻ്റെ PDF നിങ്ങൾക്ക് ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന ടെലഗ്രാം ചാനൽ ഇട്ടുതരാം. നിങ്ങൾക്കത് ഉദ്യോഗാർത്ഥികൾക്ക് വായിച്ചു നോക്കണമെങ്കിൽ നോക്കാം കേട്ടോ. നമുക്ക് അതിനകത്തും ഏജ് റിലാക്സേഷൻ പോലെ ഫിസിക്കൽ ക്വാളിഫിക്കേഷനും റിലാക്സേഷൻ ഉണ്ടെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി ഐസൈറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഐസൈറ്റ് ഈ പറയുന്ന പോലെ 6/6 SNLനൊക്കെ വേണമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. 2 കൈ ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. അത് നമ്മൾ ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വന്നു കഴിയുമ്പോഴൊക്കെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് താഴെ ഇതിൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ട് വരുന്നതാണ് എവിടെ നിന്നാണ് ഇതിൻ്റെ മെഡിക്കൽ അല്ലേ ഫോം കിട്ടുക. അത് നോട്ടിഫിക്കേഷൻ തന്നെ തന്നിട്ടുണ്ട് കേട്ടോ. ഈ നോട്ടിഫിക്കേഷൻ തന്നെ തന്ന് പ്രിൻ്റ് എടുത്ത് നിങ്ങൾ ഒറ്റ ഇതിനകത്ത് വരാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇതിപ്പോൾ 2 പേജിനകത്താണ് വന്നത്, ഒറ്റ പേജിനകത്ത് ആക്കിയിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ പോയപ്പോൾ ഒക്കെ ചിലപ്പം ഉദ്യോഗാർത്ഥികൾക്ക് ഡൗട്ട് വന്നത് കണ്ടിട്ടുള്ളതാണ്. ഒറ്റ പേജിലേക്കാക്കി നിങ്ങൾക്ക് എടുക്കാൻ മിക്കവർക്കും അറിയാമായിരിക്കും. അല്ലെങ്കിൽ കഫേയിൽ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലൊക്കെ കൊടുത്തിട്ടുണ്ട്, അവരത് ഒറ്റ പേജിലേക്ക് ആക്കി തരും. ഇപ്പോൾ ഇത് 3 കഴിഞ്ഞിട്ടല്ലേ 4ാമത്തെ ഇവിടെ ബാക്കി വരുന്നത്. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ചില മെഡിക്കൽ ഓഫീസർമാർ ഒപ്പിട്ടുതരാം. കാരണം 2 പേജായി പോലെ. അത് ഒറ്റ ആക്കിയിട്ട് നിങ്ങൾ ചെയ്യണേ ലിസ്റ്റിൽ വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇതും ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ളതാണ്. അത് അന്നേരത്തെ കാര്യമാണെന്ന് ഓർത്തിരിക്കുക. ഇനി ഫോർ മെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ 8 ഇവൻറ്റിൽ 5 ഇവൻറ്റ് 8 ഇവൻ്റാണ് ടോട്ടൽ ഉണ്ടായിരിക്കുക മെയിലിന്. അതിൽ 5 ഇവൻറ്റ് പാസ്സായിരിക്കണം കേട്ടോ. ആ 8 ഇവൻ്റാണ് താഴെ കൊടുത്തിരിക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 7 ഇവൻറ്റ്സ് ആണ് ടോട്ടൽ ഉണ്ടായിരിക്കുന്നത്. ആ 7 ഇവൻറ്റ്സിൽ 5 ഇവൻറ്റ്സ് ഫീമെയിൽ കാൻഡിഡേറ്റ്സ് പാസ്സായിരിക്കണം എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഫീമെയിൽ കാൻഡിഡേറ്റ്സിൻ്റെ ഇവൻറ്റ്സും താഴെ കൊടുത്തിരിക്കുന്നുണ്ട്. അതിൻ്റെ മിനിമം സ്റ്റാൻഡേർഡ് എഫിഷ്യൻസിയും താഴെ കൊടുത്തിരിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, മെയിൽ കാൻഡിഡേറ്റ് 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിങ് ദ ഷോട്ട്, ത്രോയിങ് ദ ക്രിക്കറ്റ് ബോൾ, റോപ്പ് ക്ലൈമ്പിങ്, പുള്ളപ്പ് ഓർ ചിന്നിങ്, 1500 മീറ്റർ റണ്ണ്. ഇത്രയാണ് വരുന്നത് ഫീമെയിൽ കാൻഡിഡേറ്റിന്. 100 മീറ്റർ റണ്ണ്, ഹൈ ജമ്പ്, ലോങ് ജമ്പ്, പുട്ടിങ് ദ ഷോട്ട്, ത്രോയിങ് ദ ത്രോ ബോൾ, ഷട്ടിൽ റേസ് ആൻഡ് സ്കിപ്പിംഗ് ആണ് വരുന്നത് കേട്ടോ. സ്കിപ്പിംഗ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളതെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഇതിനകത്ത് പ്രൊബേഷനൊക്കെ ഉണ്ട് കേട്ടോ. പ്രൊബേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എവരി പേഴ്സൺ അപ്പോയിൻറ്റഡ് ഷാൽ, എല്ലാത്തിനകത്തും ഉണ്ടല്ലോ, അതുപോലെ തന്നെ ഇതിനകത്തുണ്ട് എവരി പേഴ്സൺ ബോണ്ടൊക്കെ ഉണ്ടെന്ന് ഓർത്തിരിക്കുക. അതായത് പ്രൊബേഷൻ ഫോർ എ ടോട്ടൽ പീരീഡ് ഓഫ് 2 years ഓൺ എ ഡ്യൂട്ടി വിത്തിൻ എ കണ്ടിന്യൂസ് പീരീഡ് ഓഫ് 3 years. 3 കണ്ടിന്യൂസ് പീരീഡ്സ് വർഷത്തിൽ 2 വർഷം പ്രൊബേഷൻ ആയിരിക്കും, പ്രൊബേഷൻ കാലയളവായിരിക്കുമെന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഇത്തരം കാര്യങ്ങളൊക്കെയാണുള്ളത്. ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ താഴത്തേക്ക് കുറച്ചുകൂടെ പറയുന്നുണ്ട്, ട്രെയിനിങ്ങിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. അത് PDF ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഡ്രൈവർ എക്സാംസ് ക്രാക്കർ എന്ന ടെലഗ്രാം ചാനൽ ഷെയർ ചെയ്തേക്കാം. കൂടുതൽ PDF കൂടെ നോക്കണമെന്നുള്ള ഉദ്യോഗാർത്ഥികൾക്ക് നോക്കാം. ഇനിയും അപ്ലൈ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം തന്നെ അപ്ലൈ ചെയ്ത് വെക്കുക. ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ പ്രൊഫൈൽ കയറി നോക്കുക.
ഈ പറയുന്ന പ്രകാരമാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നുണ്ടെങ്കിൽ അപ്ലൈ ആവുമെന്ന് കാണിക്കും. വേഗം തന്നെ അപ്ലൈ ചെയ്തോളൂ കേട്ടോ. ഈ ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ഇടുക, ടെലഗ്രാമിൽ പേഴ്സണൽ മെസ്സേജ് അയയ്ക്കുക, ടെലഗ്രാമിൽ അയക്കണം കേട്ടോ. പേഴ്സണൽ അയക്കുകയോ ചെയ്യുകയാണെങ്കിൽ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഉള്ളത്. അപ്പം ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്നുള്ളത്. ബാഡ്ജ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാഡ്ജ് വേണം, ഹെവി ലൈസൻസ് ആണ്. 3 വർഷം എക്സ്പീരിയൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പീരിയൻസ് വേണ്ട, കറണ്ട് ഹെവി ലൈസൻസ് മതി. പിന്നെ ഇതിൻ്റെ പ്രാക്ടിക്കൽ ടെസ്റ്റ് എങ്ങനെയായിരിക്കും നടക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ആണല്ലോ, അപ്പോൾ ഹെവി ആയതുകൊണ്ട് തന്നെ ടി ടെസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾ ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫൈൽ മെസ്സേജ് വരും. ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ പ്രാക്ടിക്കൽ എനിക്ക് ടി ടെസ്റ്റ് ആണ് നടക്കുക. സാധാരണ രീതിയിൽ ടി ടെസ്റ്റ് ആണ് നടക്കുക. അത് KSRTCയുടെ ബസ്സായിരിക്കും തരിക എന്ന് ഓർത്തിരിക്കുക. ആദ്യം ടി ടെസ്റ്റ് ആണ് നടക്കുക. ആ ടി ടെസ്റ്റിൽ പാസ്സാകുന്നവർക്ക് റോഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അല്ലേ, റോഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. ആ റോഡ് ടെസ്റ്റിൽ ഒരു 30 മാർക്ക്, 100 മാർക്കിനാണ് ടോട്ടൽ സാധാരണ ഇടുക. അതിനെ 30ലേക്ക് കൺവേർട്ട് ചെയ്ത് 30ലാണ് നമുക്ക് മാർക്ക് വരിക. OMR ടെസ്റ്റിൻ്റെ 100 മാർക്കിൻ്റെ കൂടെ, OMR ടെസ്റ്റ് എത്രയിലാണ്, 100 മാർക്കിൻ്റെ കൂടെയാണ്. ആ OMR ടെസ്റ്റിനോട് 30 മാർക്കും കൂടെ ഇട്ട് 130 മാർക്കിലായിരിക്കും ടോട്ടൽ റാങ്ക് ലിസ്റ്റ് വരിക എന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ ഇതിനകത്ത് പ്രാക്ടിക്കൽ മാത്രമല്ല ഉള്ളത്, ഫിസിക്കലും കൂടെ കയറി വന്നിട്ടുണ്ടെന്ന് ഓർത്തിരിക്കുക. ഇതൊരു കഴിഞ്ഞതിൻ്റെ മുന്നിലത്തെ പ്രാവശ്യം തൊട്ട് അയച്ച് കയറിയവർക്ക് കുറേ, ഞാനൊക്കെ കയറിയ ആ സമയത്ത് ഇതിൻ്റെ കോമൺ ആയിട്ടൊരു ടെസ്റ്റായിരുന്നു. കമ്പനി ബോർഡ് കോർപ്പറേഷനും പിന്നെ അതുപോലെ തന്നെ പോലീസ് ഡ്രൈവറിനൊക്കെ 2018 വിളിച്ച്. അതിനകത്ത് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 55 അറൗണ്ടാണ് അതിൻ്റെ പോലീസിൻ്റെ കട്ട് ഓഫ് വന്നിരുന്നത്. കമ്പനി ബോർഡ് കോർപ്പറേഷൻ വന്നു കഴിഞ്ഞപ്പോൾ 70-അടുത്ത് ആണ് കട്ട് ഓഫ് വന്നിരുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഒരു 10-15 മാർക്ക്, 12-15ഓളം മാർക്ക് കുറവായിരിക്കും പോലീസ് ഡ്രൈവറിന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു റൗണ്ടിൽ തന്നെയാണ് മിക്കപ്പോഴും ഒരു 50-നും 60-നും ഇടയ്ക്കാണ് അല്ലേ ഇതിൻ്റെ ഒരു കട്ട് ഓഫ് വരാൻ സാധ്യത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 50-നും 60-നും ഇടയ്ക്കാണ് ഈ കട്ട് ഓഫ് വരിക. നിങ്ങൾക്ക് എഴുതി കയറാൻ, OMR എഴുതി കയറാൻ നല്ല എളുപ്പമാണ്. നമുക്കറിയാം CPO പോലെ അല്ലേ, PSC എഴുതി കയറാൻ പറ്റുന്ന ഏറ്റവും വേഗത്തിൽ കയറാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് CPO, സിവിൽ പോലീസ് ഓഫീസർ എന്ന് പറയുന്ന. കട്ട് ഓഫ് വളരെ കുറവുള്ള ഒരു പരീക്ഷയാണ്. പിന്നെ ഫിസിക്കലും ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ്. ഫിസിക്കലും കൂടെ അടിക്കണം. 8 ഐറ്റത്തിൽ 5 ഐറ്റം, ഇതുപോലെ തന്നെ 8 ഐറ്റത്തിൽ 5 ഐറ്റം അവിടെ ഫിസിക്കൽ മെയിൽ കാൻഡിഡേറ്റ് പാസ്സായിട്ടുണ്ടെങ്കിൽ ഏറ്റവും സുഖമായിട്ട് ഒരു പോലീസ് ഓഫീസറായിട്ട് നിങ്ങൾക്ക് മാറാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസിനുള്ളവരെ സംബന്ധിച്ച് കുറച്ചുകൂടെ എളുപ്പമാണ്. പിന്നെ ഇതിനകത്ത് ഡ്രൈവർ കം OA ആണെങ്കിലും പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ ആണെങ്കിലും എക്സൈസ് ഡ്രൈവർ ആണെങ്കിലും, എക്സൈസ് ഡ്രൈവറിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടാണ് ഞാൻ കയറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർ കം OA ആണ്. ചിലർക്ക് യൂണിഫോം പോസ്റ്റ് ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടമായിരിക്കില്ല. അപ്പോൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക, നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് യൂണിഫോം പോസ്റ്റാണ് ഇഷ്ടമെങ്കിൽ അതിൽ കയറുക. അതല്ല എങ്കിൽ നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ടെങ്കിലും ബാക്കി പ്രാക്ടിക്കലൊന്നും പോകാതെ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എക്സൈസിന് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുണ്ടെങ്കിലും പ്രാക്ടിക്കലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. ഡ്രൈവർ കം OAയിലാണ് കയറിയത്. അപ്പോൾ ഡ്രൈവർ കം OA പോസ്റ്റ് ആണ് താല്പര്യമുള്ളവരെങ്കിൽ അതിനകത്ത് പഠിക്കുക. അതിനകത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി ബോർഡ് ഡ്രൈവർ കം OA നിലവിൽ വിളിച്ചിട്ടുണ്ട് വിവിധ കമ്പനി ബോർഡ് കോർപ്പറേഷനുകളിലേക്കുള്ള. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70+ കട്ട് ഓഫ് വരും എന്നുള്ള രീതിയിൽ തന്നെ ഉറപ്പിച്ച് പഠിക്കുക കേട്ടോ. പിന്നെ എക്സാമിനനുസരിച്ചും അതിൻ്റെ ഉദ്യോഗാർത്ഥികൾ എത്ര പേര് എഴുതണം എന്നനുസരിച്ച് എക്സാമിൻ്റെ സിലബസ് നിലവാരത്തിനനുസരിച്ചായിരിക്കും കട്ട് ഓഫ് എന്ന് ഓർത്തിരിക്കുക. അപ്പം കമ്പനി ബോർഡ് പഠിക്കുന്ന ആൾക്കാർ, അതാണ് ഡ്രൈവർ കം OA ആണ് നിങ്ങൾക്ക് താല്പര്യം എന്നുണ്ടെങ്കിൽ അതിനകത്ത് പ്രൊമോഷനും കാര്യങ്ങളും എല്ലാം ഉണ്ട്, ഇതിനകത്തും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനകത്ത് വിവിധ കമ്പനിക്ക് അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് സാലറി കിട്ടുക എന്ന് ഓർത്തിരിക്കുക. ചില നല്ല കമ്പനി ബോർഡിലൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നല്ല സാലറി കിട്ടും, അവിടുത്തെ ആനുകൂല്യങ്ങളെല്ലാം ഉണ്ടാവും. ഏതെങ്കിലും നഷ്ടത്തിൽ ഓടുന്നതാണെങ്കിൽ അതിനനുസരിച്ച് സാലറിയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കും എന്ന് ഓർത്തിരിക്കുക. അത് നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ 1ാം റാങ്ക് കിട്ടിയ ആൾക്ക് ചിലപ്പം ബാഡായിട്ടുള്ളൊരു കമ്പനി ബോർഡ് കോർപ്പറേഷനിൽ നഷ്ടത്തിലോടുന്നതായിരിക്കും കിട്ടുക. ചിലപ്പോൾ ഒരു 50-100 റാങ്ക് കിട്ടിയ ഉദ്യോഗാർത്ഥികൾക്ക് ചിലപ്പം അഡ്വൈസ് അല്ലെങ്കിൽ വേക്കൻസി റിപ്പോർട്ട് അനുസരിച്ച് നല്ലതിന് കിട്ടും അല്ലേ. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, പഠിക്കുക. ഡ്രൈവർ കം OAയ്ക്കും അതുപോലെ തന്നെ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിനും വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിനും നമുക്ക് ഡ്രൈവർ പാർട്ട് ക്ലാസ്, ഡ്രൈവർ കം OAയ്ക്കാണ് 50 മാർക്കിൻ്റെ, പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് കോൺസ്റ്റബിൾ ആണെങ്കിൽ 30 മാർക്കിൻ്റെയും ഡ്രൈവർ പാർട്ട് ക്ലാസ് അവൈലബിൾ ആണ്. ടെലഗ്രാമിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. നിങ്ങൾക്ക് ഈ ടെലഗ്രാം ചാനൽ കയറി നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് ബാക്കി ഡീറ്റെയിൽ വേണം, അവിടുന്ന് DM ചെയ്താൽ മതി. DM ചെയ്യാനുള്ള ലിങ്ക് കിട്ടും എനിക്ക്. അതിനകത്ത് നിങ്ങൾക്ക് ടെലഗ്രാമിൽ മാത്രം മെസ്സേജ് അയച്ചാൽ മതി. ഇനിയും ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ്റെ. ഓൾറെഡി എടുത്ത ക്ലാസ്സുകളെല്ലാം നിങ്ങൾക്ക് കിട്ടും. എക്സാം ഡേറ്റ് വരെയാണ് കമ്പനി ബോർഡ് കോർപ്പറേഷൻ എടുക്കുന്നവർക്ക് അതിൻ്റെ എക്സാം ഡേറ്റ് വരെ ഈ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവർ, വുമൺ പോലീസ് കോൺസ്റ്റബിൾ ഡ്രൈവറിൻ്റെ ഡ്രൈവർ പാർട്ട് ക്ലാസ് എടുക്കുന്നവർക്ക് അതിൻ്റെ എക്സാം എന്നാണ് അന്ന് വരെ ആ ക്ലാസ്സുകൾ ലഭിക്കുന്നത്. അതായത് നമ്മൾ 2 മാസത്തിനുള്ളിൽ ഇത് തീർത്ത് തരും എന്നാണ് പാകത്തിനാണ് പോലീസ് കോൺസ്റ്റബിൾ വുമൺ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ക്ലാസ് തുടങ്ങുന്ന. അത് തീർത്തിട്ടുണ്ടെങ്കിലും എക്സാം എന്നാണ് അന്ന് വരെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ബാക്കി
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. എല്ലാവരും നമ്മൾ ഇതിനു മുന്നേ ഒരു 4 കോഴ്സുകൾ എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഭൂരിപക്ഷം ഉദ്യോഗാർത്ഥികളും ചെയ്യാതെ പഠിച്ചിട്ടുള്ളവരായിരിക്കും. കുറേ പേര് ഒരു 10, 15, 20 പിള്ളേർക്ക് ലിസ്റ്റിലും വന്നിട്ടുണ്ട് കേട്ടോ. വിവിധ പരീക്ഷകളിലായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളത് നോക്കുക. ബാക്കി കാര്യങ്ങളുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. പിന്നെ ലേഡീസിന് ഹെവി ലൈസൻസ് വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെവി ലൈസൻസ് വേണം എന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഈ എക്സാം എന്നത്തേക്ക് ഉണ്ടാകുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ നിലവിൽ ഓർമ്മയുള്ളതിന് ഷോർട്ട് ലിസ്റ്റ് വന്നിട്ട് ഉള്ളൂ. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഒരു 6 മാസത്തിനുള്ളിൽ, ഒരു ഏപ്രിൽ ജൂൺ ഒക്കെ ആകുമ്പോഴത്തേക്കും ഉണ്ടാകാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ പഠിച്ചോളുക. ഓക്കെ, കമ്പനി ബോർഡിൻ്റെ എക്സാമും വേഗം തന്നെ നടക്കും. കാരണം അതിൻ്റെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയൊക്കെ തീരാറായി. അപ്പം തീരുമ്പോഴത്തേക്കും വന്നെങ്കിൽ വേഗം തന്നെ നടത്തേണ്ടതാണ്. അപ്പോൾ കമ്പനി ബോർഡിൻ്റെ എക്സാം വേഗം തന്നെ ഉണ്ടാകും. അപ്പം നല്ല രീതിയിൽ പഠിക്കുക. ഓക്കെ, ഇനി ഇതിൻ്റെ സിലബസ് നമുക്ക് വേണമെങ്കിൽ നോക്കാം. പോലീസ് കോൺസ്റ്റബിളിൻ്റെ സിലബസ് നോക്കിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് അടിസ്ഥാനമായ ചോദ്യങ്ങൾ 30 മാർക്കിൻ്റെ ഇതിലാണ് നമ്മൾ പെയ്ഡ് ക്ലാസ് എടുക്കുക എന്ന് ഓർത്തിരിക്കുക. കമ്പനി ബോർഡിന് 50 മാർക്കിനാണെന്ന് ഓർത്തിരിക്കുക കേട്ടോ. പിന്നെ സിലബസ് ഒക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഡീറ്റെയിൽ സിലബസ് ഇത് കഴിഞ്ഞ പ്രാവശ്യത്തെ കാറ്റഗറി നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തവണത്തെ സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൺഫർമേഷൻ വന്ന് വരുമ്പോഴാണ്, അല്ലെങ്കിൽ എക്സാം കലണ്ടർ വരുമ്പോഴാണ് വരിക എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇത് തന്നെയായിരിക്കും 99% ഇത് തന്നെയായിരിക്കും സിലബസ് എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, 416/2023 സിലബസ് തന്നെയായിരിക്കും നമുക്ക് 99% ഏതിൽ 427/2024 വരിക എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ സിലബസ് ഇതാണ്. അതിൻ്റെ ചരിത്രം, ഭൂമിശാസ്ത്രം, ധനശാസ്ത്രം, ഇന്ത്യൻ ഭരണഘടന, കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും, ജീവശാസ്ത്രം, പൊതുജനാരോഗ്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കൃത്യമായിട്ട് ഓരോ ടോപ്പിക്കിനും മാർക്ക് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആനുകാലിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് സിലബസ് എന്താണെന്നുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അതുകൊണ്ട് ഇതിൽ കൃത്യമായിട്ട് എടുത്ത് പറയുന്നില്ല. PDF വേണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇട്ടേക്കാം കേട്ടോ. ഇതിനകത്ത് ലഘുഗണിതവും മാനസിക ശേഷിയും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ടോപ്പിക്കും ഉണ്ട് കേട്ടോ. അതൊരു 20 മാർക്കിനുണ്ടെന്ന് ഓർത്തിരിക്കുക. പിന്നെ ഡ്രൈവിംഗ് ലൈസൻസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. നമ്മൾ ഒന്ന് ഓർക്കുക. ഈ ഒരു 30 മാർക്കിൻ്റെയാണ് നമ്മൾ ട്രേഡ് പാർട്ട് ക്ലാസ് എടുത്തു തരുന്നത് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ബാക്കി ഫീയും കാര്യങ്ങളും അറിയാനായിട്ട് DM ചെയ്താൽ മതി. പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ മതി ടെലഗ്രാമിൽ കേട്ടോ. ഓക്കെ, സിലബസ് ബാക്കി അതിൻ്റെ നോട്ടിഫിക്കേഷൻ എല്ലാം നമ്മുടെ ടെലഗ്രാം ചാനൽ ഞാൻ ഷെയർ ചെയ്തേക്കാം കേട്ടോ. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. പിന്നെ അത് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അറിയുന്ന മുറയ്ക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ഷെയർ ചെയ്ത് തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത ഒരു ക്ലാസ് ഒക്കെ നമുക്ക് ഇനി ചെയ്തു തുടങ്ങാം. ക്ലാസ്സിൽ കണ്ടുമുട്ടാം കേട്ടോ. ഓക്കെ, അപ്പോൾ അതുവരേക്കും നന്നായിട്ടിരുന്ന് പഠിക്കുക. കമ്പനി ബോർഡ് കോർപ്പറേഷൻ നന്നായിട്ടിരുന്ന് പഠിക്കുക. ഇതിനും ഉത്സാഹിച്ചിരുന്ന് പഠിക്കുക. അയക്കാത്തവർ അയക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു വിടുക, കമൻറ്റ് ഇട്ട് വിടുക, അല്ലെങ്കിൽ പേഴ്സണലായിട്ട് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. ഓക്കെ, താങ്ക് യു.